ഒരിക്കൽ ഒരു ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ഒരു മല കയറുകയായിരുന്നു. കുത്തനെയുള്ള കയറ്റമാണ്. വഴി വളരെ മോശമാണ്. മുള്ളുകളും കല്ലുകളും ഒക്കെയുള്ള ഒരു അധികമാരും നടക്കുന്നില്ലാത്ത ഉപയോഗിക്കുന്നില്ലാത്ത ഒരു വഴിയാണിത്. പോകുന്ന വഴിക്ക് കുറേ കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ഗുരുവിൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ ഗുരു വിചാരിച്ചു, എത്ര നല്ല ശിഷ്യനാണ്, എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ സഹായിക്കുകയാണല്ലോ. മല കയറാനായിട്ട് എൻ്റെ വിദ്യാർത്ഥി, എൻ്റെ ശിഷ്യൻ എന്നെ സഹായിക്കുകയാണല്ലോ എന്ന് മനസ്സിൽ കരുതി അദ്ദേഹം ശിഷ്യനോട് പറഞ്ഞു, മകനെ, ഒത്തിരി നന്ദിയുണ്ട്. ഞാനീ മല കയറി അല്പം മടുത്ത ഒരവസ്ഥയിലായിരുന്നു. ഏതായാലും നീ എൻ്റെ കയ്യിൽ പിടിച്ചല്ലോ, ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കള്ളനായാലും ഉള്ള് നന്നായിരുന്ന ആ ശിഷ്യൻ സ്വതസിദ്ധമായ രീതിയിൽ ഗുരുവിനോട് പറഞ്ഞു, അല്ലയോ ഗുരുവേ, ഞാൻ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയോ അങ്ങയെ സഹായിക്കാനോ ഒന്നുമല്ല അങ്ങയുടെ കയ്യിൽ മുറുകെ പിടിച്ചത്. പിന്നെയോ അങ്ങ് എൻ്റെ മുന്നിൽ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കയ്യിൽ പിടിച്ചത്. അങ്ങ് വേഗം നടന്ന് എൻ്റെ മുന്നിൽ കടന്നു പോയാൽ ഞാൻ പിന്നിലാവും, എനിക്ക് മല കയറാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ അങ്ങയുടെ കയ്യിൽ പിടിച്ചാൽ, അങ്ങയുടെ കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങ് ഒരിക്കലും എൻ്റെ മുൻപേ കടന്നു പോവുകയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ പലരും നമ്മുടെ കൈകളിൽ പിടിക്കുമ്പോൾ നമ്മൾ കരുതും, ഒരു കൈത്താങ്ങായല്ലോ, എനിക്കൊരു സഹായമായല്ലോ, ഒരു താങ്ങായല്ലോ എന്നെല്ലാം. പക്ഷേ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി അവൻ ഏത് മനോഭാവത്തോടുകൂടി ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പ്രവൃത്തി നല്ലതാണ്, പക്ഷേ ഈ ശിഷ്യൻ നല്ല ഉദ്ദേശത്തോടെ ഗുരുവിനെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെ ആണ് അദ്ദേഹത്തിനെ കയ്യിൽ പിടിച്ചിരുന്നത് എങ്കിൽ നല്ല പ്രവൃത്തിയാണ്. പക്ഷേ ശിഷ്യൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു, ഗുരു ഒരിക്കലും എൻ്റെ മുന്നിൽ കടന്നു പോകരുത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഇത്തരം സ്വഭാവമുള്ളവരെ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. നമ്മൾ ഒരിക്കലും അവരെക്കാൾ മുൻപേ പോകാതിരിക്കുന്നതിന് വേണ്ടി അവർ സ്നേഹം നടിച്ച് സഹായം ചെയ്യാണെന്ന് നടിച്ച് നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയെ, യാത്രയെ തടസ്സപ്പെടുത്താറുണ്ട്. അത് അസൂയ കൊണ്ടാവാം, അതിബുദ്ധി കൊണ്ടാവാം. ഏതായാലും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾ ധാരാളം കണ്ടുമുട്ടും. അപ്പം നമ്മളൊരിക്കലും മറ്റൊരാളെ അമിതമായി ആശ്രയിക്കരുത്. നമുക്കൊരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ സഹായിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. സുഹൃത്തുക്കളുണ്ടാകും ധാരാളം, അവർ സഹായിക്കുകയും ചെയ്യും. അത് നമ്മുടെ നല്ല കാലത്താണ്. നമുക്ക് പേരും പ്രശസ്തിയും കായിക ശേഷിയും ശക്തിയും എല്ലാം ഉള്ളപ്പോൾ ധാരാളം കൂട്ടുകാരുണ്ടാവും. ഇങ്ങനെ ഒരു കവിതാ ശകലം കേട്ടിട്ടില്ലേ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനായിട്ട് 1000 പേര് വരും, പക്ഷേ കരയുമ്പോൾ കൂടെ കരയാനായിട്ട് നമ്മുടെ നിഴൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് താങ്ങായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ മറ്റുള്ളവർ എന്നെ സഹായിക്കും, മറ്റുള്ളവർ എന്നെ നോക്കിക്കൊള്ളും, കാത്തുകൊള്ളും എന്ന് കരുതുന്നത് പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളനുസരിച്ച് അത്തരത്തിലുള്ള ബന്ധങ്ങളും പ്രവൃത്തികളൊന്നും ഉണ്ടാകാറില്ല. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവരെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ ജീവിതം കളയുകയാണ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മറ്റുള്ളവരെ സഹായിക്കുമെന്ന് കരുതുമ്പോൾ തന്നെ നമ്മുടെ കഴിവുകൾ നമ്മൾ തല്ലിക്കെടുത്തുകയാണ്. സ്വയം കാലിൽ നിൽക്കാനുള്ള ആ ശക്തി നമ്മളിൽ നിന്നും ചോർന്നു പോവുകയാണ്. മറ്റുള്ളവരെന്നെ സഹായിക്കുമല്ലോ, മാതാപിതാക്കൾ താങ്ങിക്കൊള്ളുമല്ലോ, അല്ലെങ്കിൽ മക്കൾ താങ്ങിക്കൊള്ളുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ശേഷി താനെ കുറയുകയാണ്.
നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ പ്രത്യാശ വയ്ക്കുന്നവരാണ്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്, നല്ലതാണ് എന്ന് തെളിയിക്കാനായിട്ട് ബന്ധപ്പെടുന്നവരാണ്. നമുക്ക് ആരുടെയും മുന്നിൽ യാതൊന്നും തെളിയിക്കേണ്ടതില്ല, പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ നമ്മൾ പരമാവധി ശ്രമിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവവും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂട്ടിനുണ്ടാവും. ഇങ്ങനെ പറയപ്പെടാറില്ലേ, ഗോഡ് കനോട്ട് ഹെൽപ്പ് ദോസ് ഹു ഡു നോട്ട് ഹെൽപ്പ് ദംസെൽസ്. നമ്മളെ തന്നെ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ കഴിവുകൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല വൈതരണികളും തടസ്സങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു.